വെൽക്കം ടു മിസ്റ്റർ അൺബോക്സ് ആൻഡ് ട്രാവൽ. ഇത് OnePlus N30 SC 5G ഗ്ലോബൽ വേരിയൻ്റ് ആണ്. ഇപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോൺ ഗൾഫ് രാജ്യങ്ങളിൽ ഇറക്കിയ ആ ഒരു സമയത്ത് ഇവർ ചെയ്ത ഏറ്റവും വലിയ അബദ്ധം എന്താണെന്നുള്ള കാര്യം ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നതാണ്. എനിവേ ഒരാഴ്ചയോളമായിട്ട് ഞാൻ ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരാഴ്ചത്തെ യൂസർ എക്സ്പീരിയൻസ് എന്നുള്ള രീതിയിൽ തന്നെ ആയിരിക്കും നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ടാവുക. ഇപ്പോൾ എന്നും പറയാറുള്ള പോലെ തന്നെ വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അതുപോലെ ചാനലും വീഡിയോസും യൂസ്ഫുൾ ആണെന്ന് കരുതിയാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക. സമയം കളയാതെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. ബോക്സിനകത്ത് സ്മാർട്ട് ഫോൺ കൂടാതെ ഒരു ട്രാൻസ്പെറൻറ്റ് TPU കേസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ USB A to C ചാർജിങ് കേബിളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചാർജർ അഡാപ്റ്റർ ബിൽക്കുൽ നെഹി. രണ്ട് കളേഴ്സിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ അവൈലബിൾ ആകുന്നത്. നമ്മുടെ കയ്യിലുള്ളത് സിയാൻ സ്പാർക്കിൾ എന്ന് പറയുന്ന കളറാണ്. ഇത് കൂടാതെ ബ്ലാക്ക് സാറ്റിൻ. ഓപ്പോ A79 5Gയുടെ സിമിലർ ഡിസൈനാണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കാണാൻ സാധിക്കുന്നത്. ബാക്ക് പാനലും ബോഡി ഫ്രെയിമും യൂസ് ചെയ്തിരിക്കുന്നത് പ്ലാസ്റ്റിക് ആണ് വരുന്നത്. ഗ്ലോസി ഫിനിഷിംഗ് ആണ് വരുന്നത്. ഈ ഒരു കളറിൽ അത്യാവശ്യം ഭംഗിയുള്ള ഒരു പാറ്റേൺ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ വലിയ രീതിയിലുള്ള ഒരു ബോക്സി ഡിസൈനാണ് ക്യാമറ മോഡ്യൂളിൽ കൊടുത്തിരിക്കുന്നത്. ബോക്സി ആയിട്ടുള്ള ഡിസൈനാണ് ഫ്രെയിമായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. 7.99 mm ആണ് ബോഡി തിക്നെസ്. 193 gram ആണ് ബോഡി വെയിറ്റ് വരുന്നത്. ഫിംഗർ പ്രിന്റ് സ്കാനറോട് കൂടിയിട്ടുള്ള പവർ ബട്ടൺ ആണ് റൈറ്റ് സൈഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ വോളിയം ബ്രോക്കേഴ്സ് നമുക്ക് കാണാൻ സാധിക്കും. മുകൾ വശത്തായിട്ട് ഒരു നോയ്സ് ക്യാൻസലേഷൻ മൈക്ക്. ലെഫ്റ്റ് സൈഡിലാണ് സിം ട്രേ യൂസ് ചെയ്തിരിക്കുന്നത്. ഹൈബ്രിഡ് സിം കാർഡ് സ്ലോട്ടാണ്. ഒരേ സമയം രണ്ട് നാനോ സിം കാർഡ് അല്ലെങ്കിൽ ഒരു നാനോ സിം കാർഡ് പ്ലസ് മെമ്മറി കാർഡ് എന്നുള്ള രീതിയിൽ താഴ്വശത്തായിട്ട് നമുക്കൊരു 3.5 mm ഹെഡ്ഫോൺ ജാക്ക് കാണാം. അതുപോലെ തന്നെ ഇന്റേണൽ മൈക്ക്, ടൈപ്പ് C ചാർജിംഗ് പോർട്ട്, ഒരു സ്പീക്കർ ക്ലിപ്പ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഒറ്റ നോട്ടത്തിൽ ഡിസൈനിൽ കാണാൻ സാധിക്കുന്നത്. ഓവറോൾ പറയുകയാണെങ്കിൽ അത്യാവശ്യം ഭംഗിയുള്ള ഒരു ഡിസൈൻ തന്നെയാണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കാണാൻ സാധിച്ചത്. ഡിസ്പ്ലേയുടെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ 6.72 ഇഞ്ചിൻ്റെ IPS LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. 90 Hz ആണ് റിഫ്രഷ് റേറ്റ്. ഫുൾ HD+ ആണ് റെസൊല്യൂഷന്. 392 പിക്സൽ പെർ ഇഞ്ചാണ് ഇതിന്. ഡെൻസിറ്റി അത്യാവശ്യം ഷാർപ്പായിട്ടുള്ള ഡിസ്പ്ലേ ആണെന്ന് പറയാം. അതുപോലെ തന്നെ കളർഫുൾ ആയിട്ടുള്ള വൈബ്രൻ്റ് ആയിട്ടുള്ള കളേഴ്സ് ഒക്കെ നമുക്ക് ഇതിൽ ആസ്വദിക്കാനും സാധിക്കുന്നുണ്ട്. ഇൻഡോർ വിസിബിലിറ്റിയിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പെർഫോമൻസ് ചെയ്യുന്നുണ്ട്. അതേസമയം തന്നെ ഔട്ട്ഡോർ വിസിബിലിറ്റിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അണ്ടർ ദ സൺലൈറ്റ് ഒരല്പം സ്ട്രഗിൾ ചെയ്യുന്നതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. കുറച്ചും കൂടി ബ്രൈറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ഉൾപ്പെടുത്തിയിരുന്നെങ്കിൽ നന്നായെന്നുള്ളൊരു ഒപ്പീനിയൻ ഉണ്ട്. ഓവറോൾ ഡിസ്പ്ലേ വൈസ് പറയുകയാണെങ്കിൽ ഒരു ഡീസൻറ്റ് ഡിസ്പ്ലേ എന്നുള്ള രീതിയിൽ മാത്രമാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഹാർഡ്വെയറിൻ്റെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ MediaTek Dimensity 6020 എന്ന് പറയുന്ന 5G ചിപ്സെറ്റാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ യൂസ് ചെയ്തിരിക്കുന്നത്. 7 nm ടെക്നോളജിയാണ്. ഒക്ടാ കോറിൽ 2.2 GHz ആണ് ക്ലോക്ക് സ്പീഡ്. Mali G57 MC2 ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രോസസ്സർ എന്ന് പറയുന്നത്. ഒരു ഡീസൻ്റ് ആയിട്ടുള്ള പ്രോസസ്സറായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അല്ലാതെ ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ ഏറ്റവും ബെസ്റ്റ് എന്നുള്ള ഒരു ഒപ്പീനിയൻ എനിക്കില്ല. അതുപോലെ തന്നെ ഈ ഒരു സമയം വരെ നമുക്ക് അങ്ങനെ പറയത്തക്ക രീതിയിൽ ഇഷ്യൂസ് ഒന്നും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഈവൻ ഗെയിമിങ്ങിൻ്റെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ പോലും ഞാൻ Asphalt 9 ആണ് ഇതിൽ ഗെയിം കളിച്ചിട്ടുള്ളത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു പെർഫോമൻസ് ലാഗ് ഫ്രീ ആയിട്ടൊക്കെ കളിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതായത് ചെറിയ ചെറിയ ഗെയിം നമുക്കൊരു ടൈം പാസ് എന്നുള്ള രീതിയിലൊക്കെ കളിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ കുഴപ്പമില്ലാത്തൊരു പെർഫോമൻസ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. 4GB റാമിൽ 128 എന്ന് പറയുന്ന ഒരൊറ്റ മെമ്മറി വേരിയന്റിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ അവൈലബിൾ ആകുന്നത്. LPDDR4X ആണ് റാം ടൈപ്പ് വരുന്നത്. ഹൈബ്രിഡ് സിം കാർഡ് സ്ലോട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് ഒരേ സമയം നമുക്ക് രണ്ട് നാനോ സിം കാർഡ് അല്ലെങ്കിൽ ഒരു നാനോ സിം കാർഡ് പ്ലസ് മെമ്മറി കാർഡ് എന്നുള്ള രീതിയിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. എനിവേ കണക്ടിവിറ്റിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഇത് 5G സ്മാർട്ട് ഫോണാണ്. 13ഓളം 5G ബാൻഡ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ സപ്പോർട്ടാണ്. ഡ്യുവൽ 4G LTE ഇതിൽ സപ്പോർട്ടാണ്. ബ്ലൂടൂത്തിൻ്റെ 5.3 ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഡ്യുവൽ വൈഫൈ ബാൻഡ് ഇതിൽ സപ്പോർട്ടാണ്. അതുപോലെ തന്നെ NFC-യും ഈ ഒരു സ്മാർട്ട് ഫോണിൽ സപ്പോർട്ടാണ്. Android 13 ഈ ഒരു സ്മാർട്ട് ഫോൺ പ്രവർത്തിക്കുന്നത്. ഓക്സിജൻ OS വരുന്നത് 13.1 ആണ്. ഈ ഒരു വർഷം ഇറങ്ങിയ സ്മാർട്ട് ഫോണായിട്ട് കൂടി Android 14 ഇപ്പോൾ നിലവിലില്ല എന്നത് വേണമെങ്കിൽ ഒരു പോരായ്മയായിട്ട് പറയാൻ പറ്റുന്നതാണ്. പക്ഷേ ഭാഗ്യവശാൽ നമുക്ക് ഈ ഒരു സമയം വരെ ഈ ഒരു സ്മാർട്ട് ഫോണിൽ അങ്ങനെ ഒരു ബ്ലോട്ട്വേഴ്സോ ആഡ്വേഴ്സോ ഒന്നും കാണാൻ സാധിച്ചിട്ടില്ല. അത്യാവശ്യം ഒരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു യൂസർ ഇൻ്റർഫേസ് ആയിട്ട് തന്നെയാണ് ഫീൽ ചെയ്തത്. കാരണം ഈ അടുത്ത് ഇറങ്ങിയിട്ടുള്ള OnePlusൻ്റെ ചില സ്മാർട്ട് ഫോണുകളൊക്കെ നമുക്ക് നല്ലൊരു രീതിയിൽ തന്നെ നമുക്ക് ബ്ലോട്ട്വേഴ്സും ആഡ്വേഴ്സും ഒക്കെ കാണാൻ സാധിച്ചിട്ടുണ്ട്. അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആയിട്ട് തന്നെയാണ് ഫീൽ ചെയ്തത്. ബാറ്ററിയുടെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ 5000 mAh ആണ് ബാറ്ററി വരുന്നത്. അതുപോലെ തന്നെ 33 വാട്ടിൻ്റെതാണ് മാക്സിമം ചാർജിങ് സ്പീഡ് എന്ന് പറയുന്നത്. പക്ഷേ നിർഭാഗ്യവശാലും നമുക്ക് ബോക്സിനകത്ത് ചാർജർ അഡാപ്റ്റർ ലഭിച്ചിട്ടില്ല. ഇത് തന്നെയാണ് ആ ഒരു കമ്പനി ചെയ്ത ഏറ്റവും വലിയ അബദ്ധം എന്നുള്ള രീതിയിൽ നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞത്. സ്പെഷ്യലി ഇന്ത്യയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഓക്കെ OnePlusൻ്റെ അഡാപ്റ്ററും കാര്യങ്ങളൊക്കെ നമുക്ക് വാങ്ങാൻ സാധിക്കുന്നതാണ്. പക്ഷേ മിഡിൽ ഈസ്റ്റ് അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളെ കുറിച്ച് പറയാനാണെങ്കിൽ എസ്പെഷ്യലി ഖത്തറിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഞാൻ OnePlusൻ്റെ ഒറിജിനൽ അഡാപ്റ്റർ അന്വേഷിച്ചിട്ട് എനിക്ക് നിലവിൽ അത് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. എനിവേ ഏതെങ്കിലും GCC രാജ്യങ്ങളിൽ OnePlusൻ്റെ അഡാപ്റ്റർ ലഭിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു കാര്യം ദയവ് ചെയ്തൊന്ന് കമൻറ്റ് ചെയ്തോളൂ. മറ്റുള്ളവർക്ക് അതൊരു യൂസ്ഫുൾ ആവുന്നതാണ്. ഈ ഒരു മിഡ് റേഞ്ച് സെക്ഷനിൽ അവർ ചാർജർ ഉൾപ്പെടുത്താത്തത് തീർച്ചയായിട്ടും ഏറ്റവും വലിയൊരു അബദ്ധമായിട്ട് തന്നെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ സ്മാർട്ട് ഫോൺ വാങ്ങുന്ന ആളാണ്, എസ്പെഷ്യലി നമ്മുടെ മാർക്കറ്റിൽ ഇതിൻ്റെ ചാർജർ അവൈലബിൾ കൂടി അല്ലെങ്കിൽ
അത് വളരെ ബുദ്ധിമുട്ടുള്ള രീതിയിൽ തന്നെയായിരിക്കും കസ്റ്റമർ ആ ഒരു സ്മാർട്ട് ഫോൺ ചൂസ് ചെയ്യാനുള്ള സാധ്യത വളരെ വളരെ കുറവ് തന്നെയായിരിക്കും. എനിവേ ബാറ്ററി പെർഫോമൻസിനെ കുറിച്ച് പറയാനാണെങ്കിൽ നമ്മളൊരു ഹെവി യൂസർ ആണെങ്കിൽ നമുക്ക് മോർണിംഗ് ടു ഈവനിങ് എന്നുള്ള രീതിയിൽ യൂസ് ചെയ്യാൻ സാധിക്കും. അതല്ല നമ്മളൊരു നോർമൽ യൂസർ ആണെങ്കിൽ നമുക്ക് വൺ ഡേ ഈസി ആയിട്ട് ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാം. അത്ര ഗംഭീരമായിട്ടുള്ള ഒരു ബാറ്ററി പെർഫോമൻസ് എന്നുള്ള രീതിയിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല, പക്ഷേ മോശം എന്നുള്ള രീതിയിലും ഫീൽ ചെയ്തിട്ടില്ല. ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ബാറ്ററി പെർഫോമൻസ് തന്നെയാണ് കാണാൻ സാധിച്ചത്. സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ലൗഡിയാണ്, അതുപോലെ തന്നെ ക്രിസ്റ്റൽ ക്ലിയർ സൗണ്ട് ഔട്ട്പുട്ടാണ് കേൾക്കാൻ സാധിച്ചത്. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സ്കാനറാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അത്യാവശ്യം വളരെ ഫാസ്റ്റ് ആയിട്ടും ആക്യുറേറ്റ് ആയിട്ടും നമുക്ക് ഫിംഗർ ലോക്ക് വർക്ക് ചെയ്യുന്ന കാണുന്നുണ്ട്. ഇനി ഫേസ് ലോക്കിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഫേസ് ലോക്കും അത്യാവശ്യം ഫാസ്റ്റ് ആയിട്ട് തന്നെ ഡിറ്റക്ട് ചെയ്യുന്നുണ്ട്. ക്യാമറയെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒറ്റ നോട്ടത്തിൽ നമുക്ക് 3 ക്യാമറ ഫീൽ ചെയ്യുമെങ്കിലും ആക്ച്വലി ഇതിൽ 2 ക്യാമറ മാത്രമേ ഉള്ളൂ. മൂന്നാമത്തത് ചുമ്മാ ഒരു ഡിസൈൻ എന്നുള്ള രീതിയിൽ നമ്മളെ പറ്റിക്കാൻ എന്നുള്ള രീതിയിൽ തന്നെ പറയാൻ സാധിക്കും. എനിവേ 50 മെഗാ പിക്സലിൻ്റെ മെയിൻ ലെൻസും 2 മെഗാ പിക്സലിൻ്റെ ഡെപ്ത് സെൻസറാണ് റിയർ ക്യാമറയിൽ വരുന്നത്. ഇപ്പോൾ റിയർ ക്യാമറ പെർഫോമൻസ് വൈസ് നോക്കുകയാണെങ്കിൽ ഒറ്റ വാക്കിൽ ഒരു ഡീസൻറ്റ് പെർഫോമൻസ് എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നിയിട്ടുള്ളൂ. എസ്പെഷ്യലി ഡേ ലൈറ്റ് പെർഫോമൻസിൻ്റെ കാര്യത്തിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഫോട്ടോസൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ഔട്ട്ഡോർ പെർഫോമൻസ് അത്യാവശ്യം നല്ല രീതിയിൽ കാണാം. ഇൻഡോർ പെർഫോമൻസ് ഒരു ആവറേജ് എന്നുള്ള രീതിയിലാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അത് തന്നെ ഔട്ട്ഡോർ പെർഫോമൻസിൽ ഡേ ലൈറ്റ് പെർഫോമൻസ് ആയിക്കോട്ടെ, HDR പെർഫോമൻസ് ആയിക്കോട്ടെ അത്യാവശ്യം നല്ല രീതിയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പോർട്രേറ്റ് ഫോട്ടോസും കുഴപ്പമില്ലാത്ത രീതിയിൽ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിലാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള നൈറ്റ് ഫോട്ടോഗ്രാഫി നമുക്കിതിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. സെൽഫി ക്യാമറ വരുന്നത് 8 മെഗാ പിക്സലിലാണ് വരുന്നത്, പക്ഷേ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു സെൽഫി ഫോട്ടോസ് തന്നെയാണ് കാണാൻ സാധിച്ചിട്ടുള്ളത്. എസ്പെഷ്യലി ഔട്ട്ഡോർ പെർഫോമൻസ് ആണെങ്കിൽ ഡേലൈറ്റിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ പോർട്രേറ്റ് ഫോട്ടോസൊക്കെ അത്ര ഒരു പെർഫെക്റ്റ് ആയിട്ടൊന്നും തോന്നിയില്ലെങ്കിലും ഒരു ഡീസൻ്റ് ആയിട്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നൈറ്റ് ഫോട്ടോഗ്രാഫിയും ഈ ഒരു ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷൻ ഉണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ലഭിച്ചിട്ടുണ്ട്. ഓവറോൾ റിയർ ക്യാമറ ആൻഡ് സെൽഫി ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ് പറയുകയാണെങ്കിൽ ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ ഒരു എബവ് ഡീസൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. റിയർ ക്യാമറ വീഡിയോ ഫുട്ടേജ് ആണിത്. ഫുൾ എച്ച് ഡി 30 ഫ്രെയിം പെർ സെക്കൻഡ് ആണ് മാക്സിമം വീഡിയോ റെസൊല്യൂഷൻ വരുന്നത്. ഒരല്പം കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കളേഴ്സ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഫ്രെയിം ബൈ ഫ്രെയിം നോക്കുന്ന സമയത്ത് ഒരു ചെറുതായിട്ടൊരു സ്റ്റെക്ക് നമുക്ക് ഫീൽ ചെയ്യുന്ന കാണാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഓവറോൾ വീഡിയോ ക്വാളിറ്റി വൈസ് പറയുകയാണെങ്കിൽ ഒരു ആവറേജ് വീഡിയോ ക്വാളിറ്റി എന്നുള്ള രീതിയിലാണ് ഫീൽ ചെയ്തത്. സെൽഫി വീഡിയോ ഫുട്ടേജ് ആണിത്. ഫുൾ എച്ച് ഡിയിൽ 30 ഫ്രെയിം പെർ സെക്കൻഡ് ആണ് മാക്സിമം വീഡിയോ റെസൊല്യൂഷൻ വരുന്നത്. ഡീറ്റെയിൽസ് ഒക്കെ ഒരല്പം കുറവായിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ളൊരു സ്റ്റെബിലിറ്റിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓവറോൾ വീഡിയോ ക്വാളിറ്റി വൈസ് പറയുകയാണെങ്കിൽ ഒരു ആവറേജ് വീഡിയോ ക്വാളിറ്റി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ പ്രൈസ് ഇവിടെ ഖത്തറിൽ വരുന്നത് 4GB + 128 599 ഖത്തർ റിയാലാണ്. ഏകദേശം ഇന്ത്യയുടെ 13,500 രൂപയാണ് ഇതിന് പ്രൈസ് വരുന്നത്. അപ്പോൾ ആ ഒരു പ്രൈസിൽ വേർത്ത് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ MOLED ഡിസ്പ്ലേ കൊടുത്തിരുന്നെങ്കിൽ, അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ കൂടെ ചാർജർ അഡാപ്റ്റർ കൊടുത്തിരുന്നെങ്കിൽ തീർച്ചയായിട്ടും വൺ ഓഫ് ദ ബെസ്റ്റ് സ്മാർട്ട് ഫോൺ എന്നുള്ള രീതിയിൽ ആ ഒരു പ്രൈസ് സെഗ്മെന്റിൽ നമുക്ക് പറയാൻ സാധിക്കുമായിരുന്നു. പക്ഷേ ഓവറോൾ ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ച് പറയാനാണെങ്കിൽ എനിക്കൊരു എബവ് ഡീസൻ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. അതായത് നിങ്ങൾ OnePlus സ്മാർട്ട് ഫോൺ ഇഷ്ടപ്പെടുന്നവരാണെങ്കിലും അതുപോലെ തന്നെ നിങ്ങളൊരു നോർമൽ യൂസർ ആണെങ്കിൽ, അതായത് വലിയ ഹെവി ആയിട്ടൊന്നും നിങ്ങൾ സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുന്നില്ല, ഒരു ഡെയിലി യൂസേജിന് വേണ്ടിയിട്ട് സാധാരണ രീതിയിലൊരു യൂസൊക്കെ ചെയ്യുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും പരിഗണിക്കാൻ പറ്റുന്ന ഒരു സ്മാർട്ട് ഫോൺ തന്നെയാണ് ഈ ഒരു OnePlus N30 SE 5G എന്ന് പറയുന്നത്. എനിവേ എന്താണ് ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ചുള്ള അഭിപ്രായം? ആ ഒരു കാര്യം ദയവ് ചെയ്ത് നിങ്ങൾക്കൊന്ന് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ടെക് സംബന്ധമായിട്ടുള്ള സംശയങ്ങളും കാര്യങ്ങളുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്കിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അവിടെ നിങ്ങൾക്ക് മെസ്സേജ് ചോദിക്കാവുന്നതാണ്. ചാനലും വീഡിയോസും യൂസ്ഫുൾ ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിച്ചോളി. നമ്മുടെ ചാനലിലെ അടുത്ത അൺബോക്സിംഗ് വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ്. കാരണം GCC രാജ്യങ്ങളിൽ ഈ അടുത്താണ് ഈ ഒരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. മോട്ടറോള എഡ്ജ് 50 Pro. ഇപ്പോൾ ഇന്ത്യൻ വേരിയൻ്റ് അല്ല, ഗ്ലോബൽ വേരിയൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെതായ ചില വ്യത്യാസങ്ങളും കാര്യങ്ങളും ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആ ഒരു വീഡിയോയിൽ പറയുന്നതാണ്. അപ്പോൾ ഒരിക്കൽ കൂടി പറയുന്നു, ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക. അപ്പോൾ മറ്റൊരു പുതിയൊരു വീഡിയോയിൽ കാണാമെന്ന പ്രതീക്ഷയിൽ തൽക്കാലം ഞാൻ ഇവിടെ പറയുന്നു. സെയ്ദ് ഇർഷാദ്.